ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാജസ്ഥാനിലെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രാജസ്ഥാനിൽ ജയ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഹവ മഹലാണ്. ഇത് കാറ്റിൻ്റെ കൊട്ടാരം എന്ന് ഇത് അറിയപ്പെടുന്നു. 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഇത് നിർമ്മിച്ചത്. പിങ്ക് നിറത്തിലുള്ള മണൽക്കല്ലുകൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം. ഇതിന് കൃഷ്ണൻ്റെ കിരീടത്തിൻ്റെ ആകൃതിയാണുള്ളത്. ഇതിൽ ആകെ 953 ചെറുജാലകങ്ങളുണ്ട്. കൊട്ടാരത്തിൻ്റെ ഉള്ളിലൂടെ നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കാൻ പാകത്തിലാണ് ഇതിൻ്റെ വാസ്തുവിദ്യ തയ്യാറാക്കിയിരിക്കുന്നത്. രാജകീയ കുടുംബത്തിലെ സ്ത്രീകൾക്ക് പുറത്തുള്ള തെരുവുകളിലെ കാഴ്ചകളും ആഘോഷങ്ങളും കാണാൻ വേണ്ടിയാണ് ഈ ജാലകങ്ങൾ നിർമ്മിച്ചത്. പിന്നെ ഉള്ളത് രാജസ്ഥാൻ്റെ തലസ്ഥാന നഗരമായ ജയ്പൂരിലെ മാൻസാഗർ തടാകത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് ഈ കാണുന്നത്. ഇതാണ് ജൽമഹൽ വാട്ടർ പാലസ്. രജപുത്ര മുഗൾ വാസ്തുശൈലിയിൽ 18ാം നൂറ്റാണ്ടിൽ ആംബറിലെ മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമനാണ് ഇത് നിർമ്മിച്ചത്. 5 നിലകളുള്ള ഈ കൊട്ടാരത്തിൻ്റെ 4 നിലകളും വെള്ളത്തിനടിയിലാണ്. പിന്നെ രാജസ്ഥാൻ്റെ തലസ്ഥാനമാണ് ജയ്പൂര്. പിങ്ക് സിറ്റി അഥവാ പിങ്ക് നഗരം എന്ന പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത്. 1727 മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമനാണ് ജയ്പൂർ നഗരം സ്ഥാപിച്ചത്. രാജസ്ഥാൻ്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണിത്. പഴയ നഗരത്തിലെ കെട്ടിടങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക പിങ്ക് നിറം കാരണം ഇത് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നു. ആംബർ കോട്ട, സിറ്റി പാലസ്, ഹവ മഹൽ, ജന്തർ മന്ദർ, നഹർഗഡ് കോട്ട ഇങ്ങനെയൊക്കെയുള്ള ആകർഷണങ്ങളായ കോട്ടകൾ നിറയെ ഉണ്ട്. രാജസ്ഥാനിലെ ജയ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഹവ മഹൽ രാത്രിയിൽ പ്രകാശപൂരിതമാകുമ്പോൾ മനോഹരമായ ഒരു കാഴ്ചയാണിത്. കണ്ടു നോക്കൂ. രാത്രിയിലെ വെളിച്ചത്ത് ചുവപ്പും പിങ്ക് നിറത്തിലുമുള്ള ഈ കൊട്ടാരം കാണാൻ വളരെ ആകർഷകമാണ്. ഹവ മഹൽ രാത്രിയിലുള്ള പ്രത്യേകതകൾ എന്താ വെച്ചാൽ, രാജസ്ഥാനിലെ ജയ്പൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഹവ മഹൽ സ്ഥിതി ചെയ്യുന്നത്. രാത്രി സമയങ്ങളിൽ പ്രത്യേക ദീപാലങ്കാരങ്ങളാൽ ഈ കൊട്ടാരം പ്രകാശമയമാകുന്നു. രാത്രിയിൽ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് ഏറെ മനോഹരം. ഈ സമയത്ത് അകത്തേക്ക് പ്രവേശനം ഉണ്ടാകാറില്ല. പിന്നെ രാജസ്ഥാൻ്റെ രണ്ടാമത്തെ വലിയ നഗരമാണ് ജോധ്പൂർ. വീടുകൾക്ക് നീല നിറം നൽകിയിരിക്കുന്നതിനാൽ ഇതിനെ നീല നഗരം, ബ്ലൂ സിറ്റി എന്നെല്ലാം വിളിക്കുന്നു. നഗരത്തിലെ പഴയ വീടുകൾക്ക് നീല നിറം നൽകിയിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണിത്. കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം വലിയ കൊട്ടാര ഹോട്ടലായി പ്രവർത്തിക്കുന്നു. വെള്ള മാർബിളിൽ തീർത്ത മനോഹരമായ സ്മാരകം. ഇവിടെയുള്ള പ്രധാന കാഴ്ചകൾ എന്താ? മെഹ്റാൻഗഡ് കോട്ട, ഉമൈദ് ഭവൻ പാലസ്, ജസ്വന്ത് തട, ഗണ്ടഗർ ക്ലോക്ക് ടവർ, മണ്ടോർ ഗാർഡൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നായ മെഹ്റാൻഗഡ് കോട്ടയും ഇവിടെയാണ്. ആഡംബര കൊട്ടാരവും മ്യൂസിയവുമായ ഉമൈദ് ഭവൻ പാലസും ജോധ്പൂരിലാണുള്ളത്. വെളുത്ത മാർബിളിൽ തീർത്ത സ്മാരകമായ ജസ്വന്ത് തട ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലെ പ്രശസ്തമായ ക്ലോക്ക് ടവർ മാർക്കറ്റും ആയ ഗണ്ടാഗർ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പഴയകാല ജലസംഭരണി ആണ് തോർച്ചി കാ ജൽഡ. പേര് കേൾക്കുമ്പോൾ തന്നെ ഓരോതാണ്. താർ മരുഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ കടുത്ത ചൂടുള്ള കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് ജോധ്പൂർ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. പിന്നെ രാജസ്ഥാനിലെ പ്രധാന മരുഭൂമിയാണ് താർ മരുഭൂമി.
ഇത് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് രാജസ്ഥാൻ സംസ്ഥാനത്താണ് ഇതിൻ്റെ സിംഹഭാഗവും സ്ഥിതി ചെയ്യുന്നത്. ഭൂരിഭാഗം പാകിസ്ഥാനിലേക്കും വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിയുടെ ഏകദേശം 6% വരുന്ന വലിയൊരു പ്രദേശം. വലിയ മണൽക്കൂനകളും പാറക്കല്ലുകളും വരണ്ട കാലാവസ്ഥയും നിറഞ്ഞതാണ് ഇവിടം. ചില മണൽക്കൂനകൾക്ക് 150 മീറ്ററിലേറെ ഉയരമുണ്ടാകാറുണ്ട്. കടുത്ത ചൂടും അതിശൈത്യവുമാണ് താർ മരുഭൂമിയുടെ പ്രത്യേകത. വേനൽക്കാലത്ത് താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. രാജസ്ഥാനിലെ ജയ്സാൽമീർ നഗരം മരുഭൂമി ടൂറിസത്തിന് വളരെ പ്രസിദ്ധമാണ്. സാൻഡ് ഡ്യൂൺസ്, ഒട്ടകസവാരി, മരുഭൂമിയിലെ സൂര്യാസ്തമയം എന്നിവ കാണാൻ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തുന്നു. ഉദയ്പൂർ സിറ്റി പാലസ് രാജസ്ഥാനിലെ പിച്ചോള തടാകക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഉദയ്പൂർ സിറ്റി പാലസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാജകൊട്ടാര സമുച്ചയങ്ങളിൽ ഒന്നാണ്. മേവാർ ഭരണാധികാരിയായിരുന്ന മഹാറാണ ഉദയ് സിംഗ് ആണ് 1559 ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് വന്ന ഭരണാധികാരികൾ 400 വർഷത്തോളമാണ് ഇതിൻ്റെ പണികൾ പൂർത്തിയാക്കിയത്. മേവാർ രാജ്യത്തിൻ്റെ തലസ്ഥാനം ചിറ്റോറിൽ നിന്ന് ഉദയ്പൂരിലേക്ക് മാറ്റിയപ്പോഴാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. ഗ്രാനൈറ്റും മാർബിളുമാണ് കൊട്ടാരം നിർമ്മിക്കാൻ പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്. രാജസ്ഥാനി, മുഗൾ, യൂറോപ്യൻ, ചൈനീസ് വാസ്തുവിദ്യാ ശൈലികളുടെ മിശ്രണമാണ് ഇവിടുത്തെ നിർമ്മാണം.